പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് എന്ന ശുശ്രൂഷയുടെ 46-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് എറണാകുളത്തെ ചാത്യാത്തിൽ നിന്നുള്ള മേരി ജോയൽ എന്ന മകളുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് മേരി ജോയൽ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇടവക ചാത്യാത്ത് മൗണ്ട് കാർമൽ ചർച്ച്. നമ്മൾ ഇന്നാളുകളിലെല്ലാം ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിൽ എടുത്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവപിതാവിൻ്റെ വലിയ വെളിപാടുകൾ, അതും അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഉടമ്പടി ഫീച്ചർ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ അതെല്ലാമാണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസനത്തിൻ്റെ ഔദ്യോഗിക മധ്യസ്ഥ പ്രാർത്ഥനയായ അഖണ്ഡ ജപമാല പ്രാർത്ഥനയിലൂടെ ലഭിച്ച വലിയ 2 ദൈവിക ഇടപെടലുകൾ ഉൾക്കൊള്ളുന്ന ഒരു സാക്ഷ്യമാണിത്. ഈ മകള് 2020 ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇപ്പോൾ 2026 നമ്മുടെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് വരെ ഒരു ഉടമ്പടി ജീവിതം വൃത്തിയായി നയിക്കുകയാണെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. 2022 അതായത് കൊറോണയൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. ഇതിനോടകം തന്നെ 3 സാക്ഷ്യങ്ങൾ ഈ മകള് ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട്. 4ാം തവണയാണ് ഈ ഒരു വലിയ സാക്ഷ്യം ഈ മകള് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ ഒരു കോണ്ടന്റ്, അതുമല്ലെങ്കിൽ ഉള്ളടക്കം എന്നുള്ളത് ഇതാണ്. ആദ്യമായിട്ട് പറയുന്ന സാക്ഷ്യത്തിൽ ഈ മകള് പറയുന്നുണ്ട്, ഈ മകളുടെ ഡാഡി ഡയബറ്റിക് ഫുട്ട് വന്ന് വലിയ ഇൻഫെക്ഷനായിട്ട്, നമുക്കറിയാം അത് പിന്നെ അതൊരു ഗാംഗ്രീൻ സ്റ്റേജിലോട്ട് പോയാൽ പിന്നെ അത് വരുന്നത് ആംബ്യൂട്ടേഷൻ സ്റ്റേജിലോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ സമയത്ത് മരിയൻ ഉടമ്പടിയിലാണ്. മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ വൃത്തിയായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സത്വരമായ വലിയ ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ട് ഈ മകള് ഒരു കാര്യം ചെയ്യുകയാണ്. അത് കൃപാസനത്തിൻ്റെ ഔദ്യോഗിക മധ്യസ്ഥ പ്രാർത്ഥനയായ അഖണ്ഡ ജപമാല 4 ദിവസം ഈ മകള് ചെല്ലുന്നു. അപ്പോൾ ഈ ചെല്ലുന്ന ഒരു ടൈം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചാണ്. അതായത് സെപ്റ്റംബർ 8 സമയത്ത് നടന്ന 2025 സമയത്ത് നടന്ന വലിയ 2 ദൈവിക ഇടപെടൽ ഉൾക്കൊള്ളുന്ന ഒരു സാക്ഷ്യം കൂടിയാണത്. അപ്പം അന്ന് സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ഇങ്ങനെ 4 ദിവസം അഖണ്ഡ ജപമാല പൂർത്തിയാക്കി 5ാം ദിവസം ആണ് വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്. ആ ദൈവിക ഇടപെടലിന് മുമ്പ് മറ്റൊരു കാര്യവും കൂടി നടക്കുന്നുണ്ട്. ഇവരുടെ കസിൻ ഇതേപോലെ ഒരു കൃപാസനം സാക്ഷ്യം, ഈ കാലൊക്കെ ഇങ്ങനെ സെപ്റ്റിക്കായി അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ട് മുറിച്ച് കളയണമെന്നൊക്കെ ഉള്ള ഒരു സ്ഥിതിയിലായിരിക്കുന്ന വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു കാല് സുഖപ്പെടുന്ന ഒരു സാക്ഷ്യം ഇവരുടെ ഒരു കസിൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യം ഈ മകളെ ഈ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞ് ആണ് ഈ ഡാഡി ഈ മകളോട് പറയുന്നത്, അതായത് ഒരു 5 തവണ ഒരു കൈ വന്ന് എൻ്റെ കാലിൽ, അതായത് ഈ ഡയബറ്റിക് ഫുട്ടിൽ വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഈ ഒരു കാല് വന്ന് തഴുകിയെന്ന്. അതിൻ്റെ പിന്നാലെ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നു. ശേഷം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ കുറഞ്ഞു. പിന്നീട് ഈ മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ 1/2 മണിക്കൂർ നടന്നാണ് ഇപ്പോൾ ഈ ഡാഡി പള്ളിയിൽ പോകുന്നത്. യാതൊരു പ്രശ്നവുമില്ല, പൂർണ്ണമായിട്ട് സുഖപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. അതായത് പരിശുദ്ധ അമ്മ സഞ്ചരിച്ച് ഈ അഖണ്ഡ ജപമാല പ്രാർത്ഥനയിലൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഈ ഡാഡിയുടെ കാല് തഴുകി തൊട്ട് സുഖപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യം. ഈ സാക്ഷ്യം ഇങ്ങനെ പറയുമ്പോൾ ഈ മകള് ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഈ മകള് ഈ ഇങ്ങനൊരു ക്രൈസിസ് അതിജീവിക്കാൻ അഖണ്ഡ ജപമാല തിരഞ്ഞെടുത്തു എന്ന് ഈ മകള് പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ തൻ്റെ ധ്യാന പ്രസംഗങ്ങളിൽ എപ്പോഴും പറയാറുണ്ട്.
2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനം അൾത്താരയിൽ നടന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയുള്ള പ്രത്യക്ഷീകരണം അത് മാതാവ് വെറുതെ വന്നതല്ല, അത് മാതാവിനെ പ്രത്യക്ഷപ്പെടുത്തിയതാണെന്ന് ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസങ്ങളിലെല്ലാം 1 വർഷത്തോളം കൃപാസനത്തില് ഒരു കൂടാരം പോലെ കെട്ടി അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 കാലുകളൊക്കെ കുഴിച്ചിട്ട് ഒരു കൂടാരം കെട്ടി 1 വർഷം മുഴുവനും 365 ദിവസവും 24 മണിക്കൂറും നമ്മുടെ ഈ ആലയത്തില് അഖണ്ഡ ജപമാല നടന്നതിന് ശേഷമാണ് ദൈവമാതാവ് ഇവിടെ പ്രത്യക്ഷയാകുന്നത്. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തിയതാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഈ മകളെ സ്വാധീനിച്ചു. ഈ മകൾക്ക് മനസ്സിലായി, ആഴമായ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, സമർപ്പണത്തോടെ ഈ അഖണ്ഡ ജപമാല ചൊല്ലിയാൽ പരിശുദ്ധ ദൈവമാതാവിനെ എൻ്റെ ഈ ഒരു വിഷയത്തിൽ സത്വരമായി ഇടപെടുത്തി പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം എനിക്കും എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസി മകൾക്കുണ്ട്. കൂടെ ഈ മകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൻ ചെറുപ്പം മുതൽ, പ്രായമായപ്പോൾ മുതലല്ല, ചെറുപ്പം മുതൽ അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളാണ്. അതൊരു മെറിറ്റാണ്. ശതാധിപൻ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അതായത് ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്, കാരണം ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഒരു സിനഗോഗ് പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും പോലെ തന്നെയാണ് ഈ മകള് പറയുന്നത് അപ്പനെ കുറിച്ച്. അതായത് ചെറുപ്പം മുതൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം ഈ കാലെങ്ങാനും മുറിച്ച് കളയേണ്ട വന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടന്ന് സ്വന്തമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. 1.5 മണിക്കൂർ നടന്നു പോകേണ്ട ഡിസ്റ്റൻസ് ഉണ്ട് ഇവരുടെ പള്ളിയുമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ മകള് പ്രാർത്ഥിക്കുന്നത്. കൂടാതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഈ മകള് വചനം ഓപ്പൺ ചെയ്യുമ്പോൾ ഈശോ വചനത്തിലൂടെയും ഈ മകളോട് സംസാരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ഇത് 3-ാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നത്. അത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം ലേഖനത്തില് 13-ാം അധ്യായം 1-ാം തിരുവചനമാണ്. അപ്പോൾ ആ മകൾക്ക് മനസ്സിലായി, അതെ, ഇതിനു മുമ്പും ഇതേപോലെ അപ്പൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴൊക്കെ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷെ ഈ തവണ 3-ാം തവണയാണ് ഇത് നിങ്ങളെ സന്ദർശിക്കുന്നു. അതെ, അപ്പോൾ വചനത്തിലൂടെ മകൾക്ക് ഒരു സ്ഥിരീകരണവും കിട്ടുന്നുണ്ട്. അതായത് 2 കൊരിന്ത്യർ 13:1 തിരുവചനത്തിലൂടെ ഇവിടെ ദൈവത്തിന് വലിയൊരു സന്ദർശനം നടക്കുന്നുണ്ട്. അതുവഴിയാണ് ഇങ്ങനെ ഒരു സൗഖ്യം സാധ്യമാകുന്നത്. അങ്ങനെ ആ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടായി. വലിയൊരു സങ്കടത്തിൽ നിന്ന് ഈ കുടുംബം കരകയറുകയാണ്. രണ്ടാമതായിട്ട് ഈ മകള് ആ മകളുടെ തന്നെ ജീവിതത്തിൽ നടന്ന വലിയ 2 ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ മകളുടെ കമ്പനിയിൽ ലേ ഓഫ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ മകളുടെ ജോലി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരികയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കമ്പനി എപ്പോഴും ഒരു ലേ ഓഫ് ഡിക്ലെയർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ആ സമയത്ത് പല എംപ്ലോയീസിനും അവരെ ഒരു പീരീഡ് ഓഫ് ടൈം സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഈ മകളുടെ ജോബും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുമ്പോൾ ഈ മകൾ ചെയ്യുന്ന ഒരു വിശ്വാസ നടപടിയുണ്ട്. അതും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തിൽ നിന്ന്, ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് ഈ മകൾക്ക് കിട്ടുന്നത്. അത് സംഖ്യ 18-19 തിരുവചനമാണ്. വചന ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനം നിരാജനമായി ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം അവൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്നേക്കുള്ളതാണ്. അത് അവർക്ക് അവകാശമായിട്ട് ഉള്ളതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ നിരാജനമായി സമർപ്പിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നതെല്ലാം ഈ ലേവി പുത്രന്മാർക്കും പുത്രിമാർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള ഈ ഒരു തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ മകൾ ചെയ്യുന്നത് ഇപ്രകാരമാണ്: കൃപാസനത്തിലെ ഉപ്പ് കൊണ്ടുപോയി ഈ കമ്പനിയിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ അധികാരികൾ ഈ മകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഈ മകളെ നിലനിർത്തിക്കൊണ്ടാണ്, ഈ മകളെ ഉൾപ്പെടുന്ന
ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത്. അവിടെയും ഈ മകളെ മരിയൻ ഉടമ്പടി വ്യത്യസ്തയാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഒരു ജീവസന്ധാരണ മാർഗം, അതുമല്ലെങ്കിൽ ഒരു വരുമാന മാർഗം നിലച്ചാൽ നമ്മുടെ കുടുംബത്തെയൊക്കെ അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു സോഴ്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഷോക്കായിരിക്കും. ഇവിടെ മരിയൻ ഉടമ്പടി വഴി മകൾക്ക് അതിന് വലിയ സംരക്ഷണം കിട്ടുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ മകൾ പറയുന്ന സാക്ഷ്യപ്രകാരമാണ്. അതായത് ഈ മകള് സാക്ഷ്യത്തിൽ പറഞ്ഞു വെക്കുന്ന ഈ മകളുടേതായ ഒരു വലിയ ദൈവാനുഭവമാണ്. അതായത് മെറിറ്റിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ ഒരു അടിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ മകൾക്കൊരു വാഹനം വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ OLX ഇതൊരു ആഡിന് വേണ്ടി ഇട്ടിരുന്നു, വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 6 മാസം ഈ വിഷയം, ഈ വെഹിക്കിള് വിൽക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടായില്ല. അപ്പം ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു വിഷയമാണ്. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. എല്ലാ വിഷയങ്ങളും ദൈവം ഒരു വ്യക്തിയെ സ്വന്തമാക്കി കഴിയുമ്പോൾ ദൈവത്തിന് അത് നിർബന്ധമാണ്. അത് ഈശോയുടെ കയ്യൊപ്പോട് കൂടിയിട്ട്, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് കഴിയുമ്പോൾ അമ്മയുടെ ഒരു സിഗ്നേച്ചറോട് കൂടിയിട്ട് എല്ലാം ചെയ്യണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ നാളുകൾക്ക് ശേഷമാണ് നേരിട്ട് ഒരു ദൈവസ്വരം ശ്രവിക്കുന്ന ഒരു ദൈവാനുഭവം ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ, അതുമല്ലെങ്കിൽ വലിയൊരു കഠിന സഹനങ്ങളുടെയൊക്കെ സമയത്ത് ഈശോ നേരിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് കഠിന സമയം അല്ലെങ്കിൽ പോലും ഒരു ബുധനാഴ്ച ദിവസം എന്നോട് ഇങ്ങനെ ഈ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുകയാണ്, ആത്മാവിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഈശോ മന്ത്രിക്കുകയാണ്: പരിശുദ്ധ അമ്മയെ നിന്റെ എല്ലാ യാത്രകളും ഭരമേൽപ്പിക്കണം. അപ്പോൾ സമയം ഇത് പറയുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. ഞാനപ്പോൾ അത് രണ്ടാമത് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സുബോധത്തോടു തന്നെയാണ് ഞാനീ പറയുന്നത്: പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ യാത്രകളെല്ലാം ഭരമേൽപ്പിക്കണം. വീണ്ടും ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് 2 പ്രാവശ്യമൊക്കെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ എൻ്റെ ബ്രെയിനിൽ സേവ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും എഴുന്നേറ്റ ഉടനെ, ഏതായാലും സമയം 3 മണി ആയിട്ടുള്ളല്ലോ, അപ്പം എഴുന്നേൽക്കുമ്പോൾ ഉടനെ ഒരു 4:45 കഴിയുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. ആ സമയത്ത് തന്നെ ഞാൻ എഴുതിയിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, അല്ല, നീ ഇപ്പോൾ തന്നെ എണീക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. അന്ന് കുറേ ഒരു വെളിപാടുകൾ ഈശോ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് 1 കൊറിന്തോസ് 13:12 തിരുവചനം അനുസരിച്ച് നമ്മളിപ്പോൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ നേരെ കാണാൻ പോകുന്ന വിഷയങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, ഈ പുണ്യങ്ങളെല്ലാം നമ്മൾ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പുണ്യങ്ങളല്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതാണ് ശരിക്കും നിലനിൽക്കുന്നത്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിലൊക്കെ വരുന്നത് ഈ ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളൊക്കെ ലാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാമാണ് നിത്യതയിൽ ദൈവിക പുണ്യങ്ങളായി, ആത്മാവിൻ്റെ സൗന്ദര്യമായി നമ്മളോട് കൂടെ വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ പലപ്പോഴായി പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി ഒരു റിവിഷൻ ക്ലാസ് പോലെ ആ സമയത്ത് 3 മണിക്ക് എഴുന്നേൽപ്പിച്ച് എന്നെ ഇങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു. ഞാനിതിപ്പോൾ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പം ഈ മകള് ഒരു ചിന്തിച്ച ഒരു ചിന്തയുടെ ഒരു തെറ്റായ ഒരു വിഷയം എന്നുള്ളത്, ഇത് എൻ്റെ മെറിറ്റിൽ നടക്കുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയല്ല. മരിയൻ ഉടമ്പടിയിലായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏത് ആക്ടിവിറ്റീസും, അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എല്ലാ ദിവസവും നമ്മളോടൊത്ത് നമ്മളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി കൂടിയാണ് ദൈവത്തെ കൂട്ടുവിളിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മളെ ഓരോ ജീവിത മേഖലകളിലേക്കും നിങ്ങളെ യാത്രയാക്കുന്നൊരു പ്രാർത്ഥനയാണത്. നിങ്ങളത് മുടങ്ങാതെ കൂടണം. അത് അപ്പോൾ എന്നോട് പരിശുദ്ധ അമ്മ പറഞ്ഞതും ഈശോ പഠിപ്പിച്ചു തന്നത് അത് തന്നെയാണ്. നിന്റെ എല്ലാ യാത്രകളിലും നീ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കണം. അതായത് അമ്മ നിന്റെ കൂടെ വരും. നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒരു വിഷയത്തെക്കുറിച്ച് നീ ആകുലയാകണ്ട എന്നാണ് പറഞ്ഞത്. ഈ മകളും ഇതേപോലെ മെറിറ്റ് മാറ്റിവെച്ച് ഈശോയോട് സോറി പറഞ്ഞ് വീണ്ടും ഈ OLX ആഡ് ചെയ്യുമ്പോൾ, ഈ വെഹിക്കിള് വിൽക്കാനുണ്ടെന്ന് പരസ്യം ചെയ്യുമ്പോൾ 1 മണിക്കൂറിനുള്ളിലാണ്
ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, RC ബുക്ക് ഈ മകളുടെ പേരിലാണ് ഓണർഷിപ്പ് വണ്ടിയുടെ. അപ്പോൾ ഹസ്ബൻഡ് 2 വീക്സ് ബാംഗ്ലൂർ ഔട്ടിംഗ് ആണ്. അപ്പോൾ ഈ മകളോട് ദൈവം സന്ദേശം കൊടുത്തായിരുന്നു, ഇതിൻ്റെ ഓണർഷിപ്പ് മാറ്റിയിട്ട് വേണം വെഹിക്കിള് സെല് ചെയ്യാൻ. അപ്പോൾ വീണ്ടും ഈ മകള് ഈശോയോട് ഇതിനെപ്പറ്റി ഈശോയുടെ ഇഷ്ടം ചോദിക്കുമ്പോൾ ജെറമിയ 32:14 തിരുവചനം കിട്ടും. ആ വചനം ഇപ്രകാരമാണ്: മുദ്രവച്ച ആധാരവും അതിൻ്റെ പകർപ്പും എന്നേക്കും, അതായത് ദീർഘകാലം അത് കേടുകൂടാതിരിക്കുന്നതിന് മൺകലത്തിൽ മുദ്രിതമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു വചനമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ളതാണ്. ഈ വചനം വായിച്ചപ്പോൾ ഈ മകൾക്ക് അഭിഷേകം കിട്ടിയിട്ട് ഈ മകള് പറഞ്ഞു, അപ്പോൾ ഞാനിത് ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെതായ രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യാം. കാരണം പലരും പല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ RC ബുക്കിൻ്റെ ഇത് ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗവൺമെൻറ് തലത്തിൽ. അപ്പോൾ അത് പലരും പല രീതിയിലാണ് ഇത് പറഞ്ഞുകൊണ്ട് ഈ മകൾക്കൊരു കൺഫ്യൂഷനായി, ഞാനിത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ. ഈ ഒരു ജെറമിയ 32:14 തിരുവചനം ഈ മകൾക്ക് കിട്ടിയപ്പോൾ ഈ മകൾക്ക് ഉറപ്പായി ഞാൻ പ്രൊസീഡ് ചെയ്യണം. ആ മകൾ പറയുന്നുണ്ട്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതെല്ലാം ക്ലിയറായി. ആ വാഹനത്തിൻ്റെ സെല്ലിങ് കഴിഞ്ഞു. അവിടെയും മെറിറ്റിൻ്റെ മാറ്റിവെച്ച് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു അത്ഭുതം നടക്കുന്നത്. 18-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഈ 18-ാം സങ്കീർത്തനം മുഴുവനും ഈ മഹത്വത്തിൻ്റെ ചിറകിൽ നമ്മളെ ദൈവം സംവഹിച്ചു കൊണ്ടുപോകുന്ന അവിടുത്തെ കരുതലിൻ്റെ ഒരു സങ്കീർത്തനമാണത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധ അമ്മ എന്നെ യാത്രയിൽ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ദൈവപിതാവ് പഠിപ്പിച്ചൊരു സങ്കീർത്തനങ്ങളാണ് 18-ാം സങ്കീർത്തനം. ഈ 18-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, എൻ്റെ ശക്തിയുടെ സങ്കേതമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അതെ, ഈ മഹത്വത്തിൻ്റെ ശക്തിയിൽ നിങ്ങളെ ദൈവം സംവഹിച്ചിട്ടാണ്, ചിറകുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് പല ജീവിത വിഷയങ്ങളും സമയച്ചുരുക്കത്തിൽ നിങ്ങളെ ഉയർത്തുന്നത്. ഈ മകളുടെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൻ്റെ കാലിൽ ഇൻഫെക്ഷൻ ആയാലും ശരി, ഈ OLXൽ വാഹനം വിൽപ്പന നടന്നതാണെങ്കിലും ശരി, അതുമല്ലെങ്കിൽ കമ്പനിയിൽ ലേ ഓഫ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ മകളെ മാത്രം ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെടുത്തി കമ്പനിയിൽ നിന്ന് ടെർമിനേഷൻ ഒഴിവാക്കപ്പെട്ട അവസ്ഥയിലൂടെയാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ ദൈവപിതാവ് അവരെ ഉയർത്തിയ വിഷയമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മഹത്വത്തിൻ്റെ ചിറകിൽ ദൈവം നമ്മളെ സംവഹിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു സാക്ഷി ദൈവാനുഭവമാണ്. 18-ാം സങ്കീർത്തനത്തിൽ 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. അതെ, മരിയൻ ഉടമ്പടിയിൽ ഈ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റു ഉടമ്പടി നിബന്ധനകളൊക്കെ വിശ്വസ്താപൂർവം പാലിച്ചു കഴിയുമ്പോൾ ഈ 18-ാം സങ്കീർത്തനം 10-ാം തിരുവചനം അനുസരിച്ച് കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. അതെ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഈ കാറ്റിൻ്റെ ചിറകുകളിൽ പാഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് ഈ സമയ ചുരുക്കം എന്ന വലിയ പ്രതിഭാസം നമ്മൾ പ്രാപിക്കുന്നത്. ഈ മകളുടെ സാക്ഷി അതിന് ഉദാഹരണമാണ്. അത് പരിശുദ്ധ അമ്മയിലൂടെ ആകുമ്പോൾ അത് കുറച്ചും കൂടി ടാഞ്ചിബിൾ ആണ്, കുറച്ചും കൂടി അത് നമുക്കത് അപ്പീലിംഗ് ആണ്. അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ നേർ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കൂടി പറ്റും എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ, മേരി ജോയലിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വീണ്ടും 4-ാമത്തെ ഒരു സാക്ഷ്യം കൂടി ഈ മകൾ പറഞ്ഞിട്ടാണ് സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. ഒരു ചെറിയ വിഷയമാണ്, പക്ഷെ വലിയൊരു വിഷയമാണ്. ഇതേ വിഷയം ഹസ്ബൻഡിന് വന്നപ്പോൾ കണ്ണിന് ഒരു കുരു വന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കിയപ്പോൾ കാഴ്ചയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം വന്നിട്ട് കണ്ണട ഉപയോഗിക്കേണ്ട എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മകന് ഈ അവസ്ഥ വന്നപ്പോൾ ഈ വിഷയവും അഖണ്ഡ ജപമാലയിലാണ് ഈ മകള് സമർപ്പിക്കുന്നത്. ഈ മകള് ഒരു വിശ്വാസ പ്രഖ്യാപനം ഇതുവഴി നടത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: സാധാരണ ഈ മകള് ശനിയാഴ്ചകളിലാണ് അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു നിൽക്കുന്ന സമയത്ത് ഈ മകൾ തീരുമാനിക്കുകയാണ്, ശനിയാഴ്ച വൈകിട്ടേ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കുകയുള്ളൂ എന്തൊക്കെ വന്നാലും. കാരണം അപ്പോൾ ഈ എൻ്റെ അഖണ്ഡ ജപമാല ചൊല്ലി കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് ദൈവികമായിട്ടൊരു ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ നേരൊരു ടാഞ്ചിബിൾ പ്രസൻസ് ഈ വിഷയത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും.
അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അന്ന് വൈകിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ കണ്ണിലെ കുരു അപ്രത്യക്ഷമാവുകയാണ്. അതാണ് കെരൂബിനെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഈ മകളെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തുകയാണ്. വലിയൊരു സാക്ഷ്യമാണിത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ സർപ്പത്തിൻ്റെ പലതരത്തിലുള്ള സർപ്പങ്ങളുടെ വായിൽ അകപ്പെടുന്ന ജീവിതത്തിൻ്റെ ഓരോ കിറാമുട്ടിയായുള്ള വിഷയങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പഴയ നിയമത്തിൽ ഗിദയോൻ്റെ ആ ഒരു അപ്പോയിൻമെൻറ്റും കൂടി എൻ്റെ മനസ്സിലോട്ട് വന്നു. ഗിദയോൻ എന്ന പ്രവാചകനെ ഇസ്രായേൽ ജനം തെറ്റ് ചെയ്ത് മിദിയാൻകാരുടെ കയ്യിൽ അകപ്പെടുമ്പോൾ ഗിദയോനെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന് ഇവരുടെ രക്ഷകനായിട്ട് അയക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനം. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാൾ എന്ന പോലെ മിദിയാൻകാരെ നീ നിഗ്രഹിക്കും. ഇങ്ങനെ മരിയൻ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മളൊരു ഒറ്റയാൾ പോരാളിയായിട്ട് നിന്നുകൊണ്ടാണ് ഈ മകളും ഈ ഒരു വിഷയങ്ങളെല്ലാം ജീവിതത്തിൽ ക്രമപ്പെടുത്തുന്നത്. അതിൽ ഈ മകളുടെ അപ്പൻ്റെ വിഷയമുണ്ട്, ഈ മകളുടെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, ഒരു വാഹനം വിൽക്കുന്ന വിഷയമുണ്ട്, മകൻ്റെ കണ്ണിലെ കുരുവിൻ്റെ വിഷയമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ ദുരന്ത വിഷയങ്ങളുടെയും മേലും ഒരു ഒറ്റയാൾ പോരാളിയായി നിന്നുകൊണ്ടാണ് ഈ മകള്, അതായത് മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയ വാഗ്ദാനം എന്നുള്ളത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മരിയൻ ഉടമ്പടിയാകുമ്പോൾ തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മളോട് കൂടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് ഒരു വെളിപാടിലൂടെ ഈശോ സംസാരിച്ചതുപോലെ നമ്മുടെ എല്ലാ യാത്രകളെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഭരമേൽപ്പിക്കാം. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ സാക്ഷ്യത്തിലുടനീളം നിങ്ങളോട് പറഞ്ഞു അഖണ്ഡ ജപമാല കൃപാസനത്തിൻ്റെ ഔദ്യോഗിക മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. ഇതിനോടകം തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ അകത്തും പുറത്തും മാത്രമല്ല, ഇന്ത്യക്ക് ഉള്ളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ കൃപാസനത്തിൽ, അതായത് ഒരു 6 ഭൂഖണ്ഡങ്ങൾ, 7 ഭൂഖണ്ഡം ഉണ്ടല്ലോ, ഈ 6 ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒക്ടോബർ മാസം ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളുടെയൊക്കെ നേതൃത്വത്തിൽ അഖണ്ഡ ജപമാല റാലിയും നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക അഖണ്ഡ ജപമാല എങ്ങനെ ചെല്ലുന്നത്. ഞാനത് ചുരുക്കത്തിൽ പറഞ്ഞു തരാം. അതായത് നമുക്ക് 4 ദിവ്യരഹസ്യങ്ങളാണ് ജപമാലയിലുള്ളത്: സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം. ഈ ദിവ്യരഹസ്യങ്ങൾ സാധാരണയായിട്ട് ജപമാലയിൽ നമ്മൾ ഓരോ ദിവ്യരഹസ്യത്തിനും 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. അതിന് പകരമായിട്ട് 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് 50 നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയാണ് നമ്മൾ ഈ അഖണ്ഡ ജപമാലയിൽ ചൊല്ലുന്നത്. അപ്പം അങ്ങനെ 50 നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന ചെല്ലുമ്പോൾ 20 ദിവ്യരഹസ്യങ്ങളാകുമ്പോൾ 20 × 50, 20 മൾട്ടിപ്ലിക്കേഷൻ 50, 20 × 50 ആകുമ്പോൾ തീർച്ചയായിട്ടും അത് 1000 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാകും, അഖണ്ഡ ജപമാല പ്രാർത്ഥനയാകും. ഇങ്ങനെയാണ് നിങ്ങൾ അഖണ്ഡ ജപമാല ചെല്ലേണ്ടത്. അതായത് 4 ദിവ്യരഹസ്യങ്ങളും എടുത്തിട്ട് എല്ലാ ദിവ്യരഹസ്യങ്ങളിലും 50 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉൾപ്പെടുത്തണം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.25 മണിക്കൂറാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഈ സമയം പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു 5 ഗ്രൂപ്പ്, അതിലൊരു 3 പേരെങ്കിലും മരിയൻ ഉടമ്പടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച അഖണ്ഡ ജപമാല നിങ്ങൾക്ക് തന്നുവിടും. അങ്ങനെ ഒത്തിരി മക്കൾ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇവിടുത്തെ തമിഴ് കൗൺസിലർ പല സ്ഥലങ്ങളിലും, മെലിനി എന്ന് പറഞ്ഞൊരു കൗൺസിലർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട്
വലിയ വിശ്വാസത്തിൻ്റെ കാറ്റ് പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരി മക്കള് ഈശോയിലേക്ക് കടന്നു വരുന്നുണ്ട്. വലിയ അടയാളങ്ങളാണ് ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണ് ഈ മേരി പറയുന്നത്. ഇതൊന്നുമല്ല അഖണ്ഡ ജപമാലയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഒരു സാക്ഷി എൻ്റെ ജീവിതത്തിൽ നിന്നും കൂടി ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. ഞാനൊരു ദിവസം വല്ലാർപാടം ബസിലിക്കയിൽ അവിടുത്തെ നിത്യാരാധന ചാപ്പലിരുന്നാണ് ഞാൻ എൻ്റെ നാട്ടിലായിരിക്കുന്ന സമയങ്ങളിൽ ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ ദിനമാണ് ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈശോ എന്നെ ഒരു ദർശനം കാണിച്ചു. ദർശനം ഇപ്രകാരമാണ്: ഒരു പേടകം, അതിൽ വന്ന് 6 നിയോഗങ്ങൾ ഇങ്ങനെ വന്ന് വീഴുന്നു. ദർശനം കണ്ടപ്പോൾ ഞാനത് എൻ്റെ ഡയറിയിൽ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടു. ഇങ്ങനൊരു ഐ ഹാഡ് എ വിഷൻ ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു കവനൻ്റ് ബോക്സ്, അതിൽ 6 പെറ്റീഷൻസ് ഇങ്ങനെ വന്ന് നിറഞ്ഞ് ഇങ്ങനെ വന്ന് വീഴുന്നു. അപ്പോൾ അന്ന് നിലവിൽ കൃപാസനത്തിൽ തീർത്ഥാടക ഉടമ്പടി ഉണ്ട്, ഓൺലൈൻ ഉടമ്പടി ഇല്ല. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി വരുന്നത് എൻ്റെ ഫസ്റ്റ് റെവല്യൂഷൻ എനിക്കാണ് ദൈവപിതാവ് തന്നത്. അതായത് ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിന് തീർത്ഥാടക ഉടമ്പടിയുടെ ഫസ്റ്റ് റെവലേഷൻ കൊടുത്തതുപോലെ ഓൺലൈൻ ഉടമ്പടിയുടെ ഫസ്റ്റ് റെവലേഷൻ എനിക്കാണ് ദൈവപിതാവ് തന്നത്. അത് ഈ അഖണ്ഡ ജപമാല മധ്യയാണ്. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇതാണ്. ഈ അഖണ്ഡ ജപമാല പാർച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ കൃപാസനം അടച്ച് ഇവിടെ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഇപ്പം ഞാൻ മീഡിയയുടെ സെക്രട്ടറി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ജനം എല്ലാം അടഞ്ഞു കിടക്കുവാണല്ലോ, നമ്മളെങ്ങനെ ഇവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും? അന്നാണ് ഞാൻ ഈ തൊട്ട് മുമ്പ് ഉള്ള മാസങ്ങളിലാണ് മാതാവ് ഈ റെവലേഷൻ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനൊരു വെളിപാടുണ്ടായിരുന്നു, അപ്പം ഞാനിങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ ബോക്സിൽ വന്ന് വീഴുന്നതായിട്ട്. അപ്പോൾ അത് ജോസഫ് അച്ഛൻ പറഞ്ഞു, ഓക്കെ, അപ്പം നമുക്കത് ഓൺലൈൻ ഉടമ്പടി ആക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൈവപിതാവിൻ്റെ വലിയൊരു ഇടപെടലാണ്. അന്ന് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത, നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ മാസ്ക് പോലും ധരിക്കാതെ പരിശുദ്ധ ദൈവമാതാവ് സഞ്ചരിച്ചെത്തി ഒരു മകനെ, മരണത്തിൽ നിന്ന് തൊട്ടടുത്ത വ്യക്തികളൊക്കെ മരിച്ചു വീഴുമ്പോൾ ഒരു മകനെ വിദേശത്ത് മാസ്ക് പോലും ധരിക്കാതെ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്ന് ഒരു മകനെ സുഖപ്പെടുത്തിയ സാക്ഷ്യം ആ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ വലിയൊരു സമയമാണ്. ഇന്നും അനേകം ദൈവമക്കളാണ് ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും കരുണയും വാത്സല്യവും, ഏറെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ദുർബലരായ മനുഷ്യർ, ഒരുപാട് ബലഹീനതകളുള്ളവരാണ്, അവരോടൊക്കെ വലിയ കരുണ കാണിച്ചിട്ട് ആ പുത്രൻ്റെ സ്നേഹത്തിലോട്ട്, ഈശോയുടെ വലിയ കരുണയിലേക്ക്, ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ അടയാളങ്ങൾ നൽകി ഒത്തിരി മക്കളെയാണ് ഇന്നും ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഈ ഒരു തീർത്ഥാടക ഉടമ്പടിയിലേക്ക്, അതുമല്ലെങ്കിൽ മരിയൻ സങ്കേതത്തിലേക്ക് എത്തിക്കുന്നത്. അത് അഖണ്ഡ ജപമാലയുടെ ഒരു ഫ്രൂട്ടാണ് കൃപാസനത്തിൽ ഉള്ള ഈ ഒരു ഓൺലൈൻ ഉടമ്പടിയും. ഒപ്പം തന്നെ മരിയൻ ഉടമ്പടി, തീർത്ഥാടക ഉടമ്പടി എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട വിജയകുമാർ സാറും ഉണ്ടായിരുന്നു. സാറിനായിരുന്നു ഫസ്റ്റ് റെവലേഷൻ കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും വിജയകുമാർ സാറും വേളാങ്കണ്ണിയിൽ ഇതുപോലെ 90 ജപമാല, അതായത് വാഗ്ദാന പേടക കൊന്ത ചൊല്ലുന്നതിനിടയിലാണ്, നിങ്ങൾക്കറിയാം, 20 ജപമാലയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. 90 ജപമാല വാഗ്ദാന പേടക കൊന്ത ചെല്ലുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വലിയ പ്രാർത്ഥന, കൃപാസനത്തെ മാറ്റിമറിച്ച ഈ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ കീറാമുട്ടിയായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത്. ചിലർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞങ്ങൾ വൃത്തിയായി 6 നിബന്ധനകൾ ചൊല്ലുന്നുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങൾ അഖണ്ഡ ജപമാല കയ്യിലെടുക്കാൻ പറയും. അത് ഞായറാഴ്ച ദിവസം തന്നെ കയ്യിലെടുക്കാൻ പറയും. അത് കർത്താവിന് പ്രത്യേകമായിട്ടുള്ള പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ദിവസമാണ്. ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു സന്യസ്ത വേഷത്തിൽ നിൽക്കുന്നതിൻ്റെ പിന്നിലും അനേക ഞായറാഴ്ചകളിൽ ഞാൻ ആർത്രൈറ്റിസ് ഒക്കെ വന്ന് കിടപ്പിലായ സമയത്ത് പോലും എൻ്റെ കാല് എനിക്കൊന്ന് എടുത്തു വെക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തല കറങ്ങില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ ഈ ഞായറാഴ്ചത്തെ അഖണ്ഡ ജപമാല, അത് ഈ വല്ലാർപാടത്ത് വീട്ടിലായിരിക്കുന്ന സമയത്തുള്ള കാര്യം പറയാം. ഈ വല്ലാർപാടത്ത് വന്ന് ഞാൻ ഞായറാഴ്ചകളിൽ അഖണ്ഡ ജപമാല രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവസിച്ചും അല്ലാതെയും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഫലമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സാക്ഷ്യത്തിലൂടെ
വലിയൊരു ദൈവരാജ്യ പോരാളിയാകാൻ പരിശുദ്ധ അമ്മ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, ഈ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വലിയ നാരകീയ പോരാട്ടത്തിലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ നീ കൂട്ടുപിടിക്കണം, ഞങ്ങളുടെ യാത്രകളിലെല്ലാം നീ കൂട്ടുപിടിക്കണം എന്ന് നീ ഞങ്ങളോട് നേരിട്ട് ഈ സാക്ഷ്യത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കീറാമുട്ടിയായ ഹെവി പ്രൊജക്റ്റ് വരുമ്പോൾ മരിയൻ ഉടമ്പടി വിശ്വസ്താപൂർവം പാലിക്കുന്നതോടൊപ്പം തന്നെ ഈശോയെ ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് ഈശോയെ സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ ഈശോയെ ഞങ്ങളെ ദൈവിക ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ. സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.